സ്വാഗതം. CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJPയിൽ ചേർന്ന മുൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം GN ഗുരുനാഥൻ. കഴിഞ്ഞ ദിവസമാണ് GN ഗുരുനാഥൻ തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രനൊപ്പം ചേർന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന GN ഗുരുനാഥൻ തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണിപ്പോൾ CPI ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗമായ MY ഔസേപ്പിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയിരിക്കുന്നത്. K സലിംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മുതിർന്ന നേതാക്കളെയെല്ലാം പുറത്താക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. മാത്യു വർഗീസിനെ പുറത്താക്കുന്നതിന് എതിർത്തവരെയെല്ലാം സലിംകുമാർ കൈകാര്യം ചെയ്തു. രാജീവ് ചന്ദ്രജിയും മറ്റ് തമിഴ്നാട്ടിലുള്ള അവിടെ BJP നേതാവും അവിടെ നയനാർ നാഗേന്ദ്രനും ഇവിടെ വരുവാണ്. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ മൂന്നാറിൽ പൊതു സമ്മേളനവും പ്രകടനം വെച്ചിട്ടുണ്ട്. അന്ന് അറിയാം ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ കുറിച്ച് അന്ന് പറയാം. ഇപ്പം ഞാൻ പറയണ്ട, ഇപ്പം പറഞ്ഞാൽ അവർ അത് പോയി തടയണം. അത് ഇപ്പം പറയണ്ട, അത് സസ്പെൻസ് ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇനി എന്താ ഒരു 10-15 ദിവസമല്ലേ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഞങ്ങളുടെ കൂടെ 100 കണക്കിലുണ്ട്. സലിംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഓരോരുത്തരായി പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സലീം അത് മാത്രമല്ല, തനിപ്പെട്ട മുறையில் സലീം അത് സീനിയർ നേതാക്കളെ അവഗണിക്കുക. മാത്യു വർഗീസ് അവിടെ നിന്ന് പറഞ്ഞത് അത് പുറത്താക്കാൻ പാടില്ല, സസ്പെൻഡ് മാത്രമേ ചെയ്യണം. കാരണം എന്നാൽ അവർ ഒരു പരാതിക്ക് കൊടുക്കാൻ കൂടെ പോയിன்ற ഒരേ ആരോപണം മാത്രമേ ഉള്ളൂ. അതിന് അത്ര വലിയ ശിക്ഷ കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ, ശിവറാം സഖാവ്, രായക്കാട് പ്രിൻസ് മാത്യു, മുത്തുപ്പാണ്ടി, ബാലസ്വാമി, ഈ 5 പേർ അത് എതിർത്തു. ഈ 5 പേരെയും ഇപ്പോൾ ഇവന്മാർ കസാബ് ചെയ്തു. ഒന്ന് ബാലസ്വാമിനെ മരിക്കും വരെ അവർക്കെതിരായിട്ട് എപ്പോഴും പരാതിയാണ്. അവർ മരിച്ച പിന്നീട് ഇവർ അടങ്ങി. CPIയിൽ നിന്നും 100 ആളുകൾ BJPയിലേക്ക് എത്തുമെന്നും അത് ആരൊക്കെയാണെന്ന് ഇപ്പോൾ പറയില്ലെന്നും വരുന്ന 8-ാം തീയതി മൂന്നാറിൽ നടക്കുന്ന BJP പൊതുയോഗത്തിൽ വെച്ച് അത് ബോധ്യപ്പെടുമെന്നും ഗുരുനാഥൻ പറഞ്ഞു. അതേസമയം GN ഗുരുനാഥൻ BJPയിലേക്ക് പോയതിനെ സംബന്ധിച്ചും മറ്റ് പ്രവർത്തകർ BJPയിലേക്ക് പോകുമെന്ന ഗുരുനാഥന്റെ പ്രതികരണത്തിലും CPI ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.